നമസ്കാരം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അമേരിക്കയും ചൈനയും. ഇത് കൂടുതൽ സങ്കീർണമായി വരികയാണല്ലോ. ഒരു പുതിയ ശീതയുദ്ധത്തിലേക്ക് ഇത് പോകുന്നുണ്ടോ? നിങ്ങൾ തന്ന വിവരങ്ങൾ വെച്ച് നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് വിശദമായി സംസാരിക്കാം. ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം അത് പൂർണ്ണമായും കിട്ടിയ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. രസകരമാണല്ലേ? രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. ഇന്നിപ്പോ പ്രധാന എതിരാളികൾ. എങ്ങനെയാണ് ഈ മാറ്റം വന്നത്? ഇതിന്റെ ചരിത്രം, സാമ്പത്തികം, പിന്നെ ഈ സൈനിക കാര്യങ്ങൾ, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. തുടക്കത്തിൽ നിങ്ങൾ തന്ന ആ രേഖകൾ പറയുന്നത് 1949-ൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതോടെയാണ് അമേരിക്കയും ചൈനയും തമ്മിൽ അകലുന്നതല്ലേ? അതെ, അതൊരു തുടക്കമായിരുന്നു. അമേരിക്ക അന്ന് തായ്വാനെ പിന്തുണച്ചു. ശരി. പിന്നെ ശീതയുദ്ധകാലത്ത് കൊറിയയിലായാലും വിയറ്റ്നാമിലായാലും ഈ ഒരു അകൽച്ച നല്ലോണം കാണാമായിരുന്നു. പക്ഷേ 1972-ൽ നിക്സൺ ചൈനയിൽ പോയല്ലോ. അതൊരു വലിയ മാറ്റമായിരുന്നില്ലേ? അതൊരു മാറ്റം തന്നെയായിരുന്നു. പക്ഷേ അതിന്റെ പിന്നിലെ പ്രധാന കാരണം സോവിയറ്റ് യൂണിയനെ ഒറ്റപ്പെടുത്തുക എന്നതായിരുന്നു. അതോടെ ചൈനയ്ക്ക് ലോകവേദിയിലേക്ക് വരാനും പറ്റി. ഓഹോ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു അടുപ്പം എത്ര കാലം നീണ്ടുനിന്നു, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്നതാണ്. പിന്നെ 80കളിലും 90കളിലും ചൈന സാമ്പത്തികമായി തുറന്നുകൊടുത്തു. ചൈനീസ് സ്വഭാവങ്ങളോടുകൂടിയ സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ്. അതെ, ഡെങ് സിയാവോപിങ്ങിന്റെ കാലം. അമേരിക്കൻ കമ്പനികളൊക്കെ കുറഞ്ഞ കൂലി നോക്കി അങ്ങോട്ട് പോയി. ധാരാളമായി. 2001-ൽ ചൈന ലോക വ്യാപാര സംഘടനയിൽ അംഗമായി, WTO-യിൽ. അന്ന് പലരും കരുതിയത് ചൈന പതിയെ പടിഞ്ഞാറൻ രാജ്യങ്ങളെപ്പോലെയാകുമെന്നാണല്ലേ, ഒരു ജനാധിപത്യ രീതിയിലേക്ക് വരുമെന്ന്. അതായിരുന്നു അന്നത്തെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടൽ. പക്ഷെ സംഭവിച്ചതല്ല. നിങ്ങൾ ഈ തന്ന റിപ്പോർട്ടുകളിലൊക്കെ അത് വ്യക്തമായി പറയുന്നുണ്ട്. ചൈന സാമ്പത്തികമായി വളർന്നു, വളരെ വലുതായി. പക്ഷെ അവരുടെ ഭരണരീതി മാറിയില്ല. അത് കൂടുതൽ കർശനമാവുകയാണ് ചെയ്തത്. അതെ. അപ്പൊ സാമ്പത്തികമായി ഒന്നിച്ചു, പക്ഷെ ആശയപരമായി കൂടുതൽ അകന്നു. ഇതാണിപ്പോഴത്തെ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു കാരണം. ശരിയാണ്. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമുള്ളതായിട്ടുണ്ട്. ദക്ഷിണ ചൈന കടലിൽ ചൈന കൃത്രിമ ദ്വീപുകളുണ്ടാക്കുന്നു, അവിടെ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നു. അതെ, അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ തർക്കവിഷയമാണ്. അമേരിക്ക അവിടെ നാവിക സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ യുദ്ധക്കപ്പലുകളെ അയക്കുന്നു. തായ്വാന്റെ കാര്യമാണെങ്കിൽ സ്ഥിതി അതിലും മോശമാണ്. അതെ, വളരെ സെൻസിറ്റീവായ വിഷയമാണത്. തായ്വാൻ തങ്ങളുടേതാണെന്നും വേണമെങ്കിൽ സൈനികമായി പിടിച്ചെടുക്കുമെന്നും ചൈന പറയുന്നു. അമേരിക്കയാകട്ടെ തായ്വാന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, ആയുധങ്ങൾ നൽകുന്നു, ആക്രമണമുണ്ടായാൽ ഇടപെടുമെന്ന സൂചനയും നൽകുന്നു. പിന്നെ ഈ ടെക്നോളജിയുടെ കാര്യം, AI, 5G, സെമി കണ്ടക്ടറുകൾ, ഭയങ്കര മത്സരമാണല്ലോ അവിടെ. ശരിയാണ്. ഇത് വെറും ഒരു കച്ചവട മത്സരമല്ല. ഓരോ രാജ്യവും മറ്റ് രാജ്യത്തെ സാങ്കേതികമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ നോക്കുകയാണ്. ഡീകപ്ലിംഗ് എന്ന് പറയില്ലേ? അതെ. അമേരിക്ക ചൈനീസ് ടെക് കമ്പനികൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നു, ഹുവായി പോലെ. ചൈന സ്വന്തമായി ചിപ്പുകളും മറ്റും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അമേരിക്കൻ ടെക്നോളജി ഇല്ലാതെ മുന്നോട്ടു പോകാൻ. ഇത് ലോകത്തെ രണ്ടായി തിരിക്കുമോ ടെക്നോളജിയുടെ കാര്യത്തിൽ? അതൊരു വലിയ ആശങ്കയാണ്. പലരും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വ്യാപാര യുദ്ധങ്ങൾ, താരിഫുകൾ, ഉപരോധങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ സാധാരണമായല്ലോ. അതെ, സ്ഥിരം വാർത്തകളാണ്. അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ നിന്ന് പതുക്കെ മാറുന്നുണ്ട്. ഇന്ത്യ, വിയറ്റ്നാം, മെക്സിക്കോ, ഇവിടേക്കെല്ലാം ചൈന +1 സ്ട്രാറ്റജി. ശരിയാണ്. അതേസമയം ചൈനയും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സാമ്പത്തിക മാന്ദ്യം, ചെറുപ്പക്കാർക്കിടയിലെ തൊഴിലില്ലായ്മ, റിയൽ എസ്റ്റേറ്റ് പ്രതിസന്ധി. ജനസംഖ്യ കുറയുന്നതും ഒരു പ്രശ്നമാണ്. അതെ, അതും. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും അവർ പിന്നോട്ടു പോകുന്നില്ല. ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി വഴി ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലുമൊക്കെ വലിയ നിക്ഷേപം നടത്തുന്നുണ്ട്. ആഗോള സ്വാധീനം കൂട്ടാൻ ശ്രമിക്കുന്നു. അപ്പോ ഇത് വെറും വിപണിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമല്ല. അല്ല, അതിനപ്പുറമാണ്. ലോകത്തിന്റെ ഒരു ക്രമം, അതാര് നിയന്ത്രിക്കും എന്നതിനെക്കുറിച്ചുള്ള തർക്കമാണ്. അമേരിക്ക അവരുടെ പഴയ കൂട്ടുകെട്ടുകൾ നേറ്റോ, ക്വാഡ്, ഓക്കസ് ഒക്കെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ക്വാഡിൽ ഇന്ത്യയുമുണ്ട്. അതെ. ചൈനയാകട്ടെ റഷ്യ, ഇറാൻ പോലുള്ള രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കുന്നു. ബ്രിക്സ്, SCO പോലുള്ള കൂട്ടായ്മകൾ വികസിപ്പിക്കുന്നു. ഒന്ന് ജനാധിപത്യമെന്ന് പറയുന്നു, മറ്റൊന്ന് സ്റ്റേറ്റ് നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്നു. ശരിയാണ്. ലോകത്തിലെ മറ്റു രാജ്യങ്ങളോട് ഒരു ഭാഗം തെരഞ്ഞെടുക്കാൻ പരോക്ഷമായി ആവശ്യപ്പെടുകയാണ്. അപ്പോ ഈ വിശകലനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്
അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ മത്സരം പല തലങ്ങളിലുള്ള ഒന്നാണ്. ആശയപരം, സാമ്പത്തികം, സാങ്കേതികം, സൈനികം, അങ്ങനെ പലതും. ഇത് ഈ നൂറ്റാണ്ടിനെ തന്നെ നിർവചിക്കാൻ പോകുന്ന ഒരു പോരാട്ടമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് നിങ്ങൾ തന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഈ നിരീക്ഷണങ്ങളെല്ലാം ഞങ്ങൾക്ക് ലഭിച്ച സ്രോതസ്സുകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു യുദ്ധമുണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല, സാധ്യത തള്ളിക്കളയാനുമാവില്ല. പക്ഷേ ഈ മത്സരം, ഈ ഒരു തരം ശീതയുദ്ധം, ഇത് തുടരും എന്ന് തന്നെയാണ് ലഭ്യമായ വിവരങ്ങൾ പറയുന്നത്. ഇത് ലോകത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, ഉറപ്പാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഈ രണ്ട് വലിയ ശക്തികൾക്കിടയിലെ മത്സരത്തിൽ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ എവിടെ നിൽക്കും? എങ്ങനെയാണ് സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ പുതിയ സാഹചര്യത്തെ നേരിടുക? അതൊരു വലിയ ചോദ്യമാണ്.